ഹലോ, നമസ്കാരം. ഐ ആം ജസീമുൽ ഫർഹാൻ ഫ്രം ലേൺവൈസ്. ലേൺവൈസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇഗ്നോ ഫസ്റ്റ് ഇയർ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് ആൻഡ് ഡെമോക്രസി ഇൻ ഇന്ത്യ എന്ന പേപ്പറിന്റെ ഫസ്റ്റിലെ യൂണിറ്റ് ആണ്. ഈ യൂണിറ്റിന്റെ പേര് ദ മേക്കിംഗ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ്. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപപ്പെടുന്നതിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട സ്റ്റേജുകൾ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ള ചോദ്യത്തിനുള്ള ഒരു ഉത്തരമായിട്ടുള്ളതാണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. സോ ആദ്യമായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിന്റെ ഒബ്ജക്റ്റീവ്സുകളെ പരിചയപ്പെടാം. സോ ഈ ചാപ്റ്ററിലെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപപ്പെടുന്നതിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട സ്റ്റേജുകളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപപ്പെട്ടത് 1950-ലാണെങ്കിലും അത് രൂപപ്പെടുന്നതിലേക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സ്റ്റേജിലൂടെ കടന്നു പോയിട്ടാണ് അത്തരം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ രൂപപ്പെട്ടത്. സോ ആ സ്റ്റേജിനെ പരിചയപ്പെടുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമതായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലിയുടെ ഒരു നേച്ചറിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലിയിൽ ഉണ്ടായിരുന്ന റെപ്രസെന്റേറ്റീവ്സ് എങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടു, ആ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലിയിൽ നടന്ന പ്രധാനപ്പെട്ട ഡിബേറ്റ്സുകൾ എന്തെല്ലാമാണ്, ആ ഡിബേറ്റ്സിലൂടെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തെല്ലാമാണ്, ആ ആശയങ്ങളിൽ ഏതെല്ലാമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ സൈലന്റ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഫീച്ചറുകളായി രൂപപ്പെടുകയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്തത് എന്നത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ് നൗ. സോ ആദ്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവിൽ പറഞ്ഞതുപോലെ തന്നെ ഇവല്യൂഷൻ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഭരണഘടന രൂപപ്പെടുന്നതിൽ ഇതിന്റെ ആ പ്രോസസ്സ്, അതിലേക്കുള്ള സ്റ്റേജുകൾ എന്തെല്ലാമായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1858 മുതൽ 1935 വരെയുള്ള കാലഘട്ടത്തിൽ നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെയാണ്. ഈ ഇയറിന്റെ പ്രത്യേകത എന്നുള്ളത് 1855 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ സിപ്പോയി റിവോൾട്ട് എന്ന് വിളിക്കുന്ന 1857 നടന്ന ഒരു ഇന്ത്യക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ വളരെ ശക്തമായ ഒരു റിബില്യന് ശേഷമാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ട് നമ്മുടെ രാജ്യം ഭരിക്കാൻ തുടങ്ങിയത്. അതിനു മുന്നേ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന ഒരു പ്രൈവറ്റ് കമ്പനി നമ്മുടെ രാജ്യത്തിൽ നമ്മുടെ രാജ്യത്തെ അവരുടെ നിയമത്തിന് കീഴിൽ കൊണ്ടു നടക്കുകയും എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ 1857 റിബില്യന് ശേഷം നമ്മുടെ രാജ്യം ബ്രിട്ടീഷ് രാജ്യത്തിന്റെ അല്ലെങ്കിൽ UK-യുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കോളനിയായി മാറുകയായിരുന്നു. സോ ആ കാലഘട്ടം മുതൽ 1935 വരെ, അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 വരെയുള്ള ഒരു സമയത്ത് നടന്ന പ്രധാനപ്പെട്ട സ്റ്റേജുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇൻസിഡന്റുകളെ നമ്മൾ പരിചയപ്പെടുകയാണ്. സോ ആദ്യമായിട്ട് നമുക്ക് വരുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1958 ആണ്. സിപ്പോയി റിവോൾട്ടിന് ശേഷം ഈ നിയമത്തിലൂടെയാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യ എന്ന ടെറിട്ടറി അല്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്തിനെ അവരുടെ ഗവൺമെന്റിന്റെ നേരിട്ടുള്ള കൺട്രോളിലാക്കുന്നത്. അല്ലെങ്കിൽ ക്യൂനിന്റെ കീഴിലുള്ള ക്യൂൻ വൈസ്രോയിയെ അവരുടെ റെപ്രസെന്റേറ്റീവായി ഇന്ത്യയിൽ വാഴിക്കുകയും അവരുടെ കീഴിലുള്ള നേരിട്ടുള്ള ഒരു ഭരണം വരുന്നത് ഈ നിയമത്തിലൂടെയാണ്. ഈ നിയമത്തിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 രണ്ട് കാര്യങ്ങളായിരുന്നു പ്രധാനമായും പറഞ്ഞിരുന്നത്. ഒന്ന്, പ്രസിഡൻസികളെല്ലാം വൈസ്രോയുടെ കീഴിലുള്ള ഭരണത്തിലേക്കും നാട്ടുരാജ്യങ്ങളെല്ലാം നമ്മുടെ രാജ്യത്ത് ആ സമയത്ത് ഒരുപാട് നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് ഏകാധിപത്യത്തിനെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണത്തിനെ അംഗീകരിച്ചുകൊണ്ട് സ്വതന്ത്രമായി ഭരിക്കാൻ അവർക്ക് അവകാശം നൽകുകയും ചെയ്തു. സോ ഈ പറഞ്ഞ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ നിയമങ്ങളിലൂടെ എല്ലാം കടന്നു പോയിട്ടാണ് 1950 നമ്മൾ കാണുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു നിയമസംഹിത രൂപപ്പെട്ടത്. അത് പെട്ടെന്നുണ്ടായ ഒരു പ്രോസസ്സോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു സംഭവമായി ആയിരുന്നില്ല. അത് പൂർണ്ണമായി നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജുകളെല്ലാം പഠിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഈ സ്റ്റേജുകളെ കുറിച്ച് പ്രത്യേകമായിട്ട്
ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യമായിട്ട് വരുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ആണ്. രണ്ടാമതായി വരുന്നത് കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് 1909, 1909 വന്ന കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇതില് ഈ നിയമത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതുവരെ ഇന്ത്യക്കാർക്ക് ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന ഒരു ചാൻസ് ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷ് ഓഫീസേഴ്സിന്റെയും ബ്രിട്ടീഷ് ലെജിസ്ലേറ്റേഴ്സിന്റെയും ഒക്കെ കൺട്രോളിലായിരുന്നു ഇന്ത്യയിലെ ഭരണം എന്ന് പറയുന്നത്. എന്നാൽ ഇതിലൂടെ ചെറിയ രീതിയിലുള്ള ഒരു റെപ്രസെന്റേഷൻ ഇന്ത്യക്കാർക്ക് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത് കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് 1909 എന്ന് പറയുന്ന ഈ നിയമത്തിലൂടെയാണ്. ഇതിലൂടെയാണ് മുസ്ലിം നിങ്ങൾക്ക് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും മറ്റ് പേപ്പറുകളിൽ. അതായത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി എന്ന സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇന്ത്യയിലെ വർഗീയവൽക്കരണത്തിന്റെ ഒക്കെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള നമ്മുടെ ഡിവൈഡ് ആൻഡ് റൂളിലൊക്കെ വളരെ പ്രാധാന്യം വഹിച്ച ഒരു അവരുടെ ഒരു നയമായിരുന്നു പ്രത്യേക മതക്കാർക്ക് പ്രത്യേകമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസികൾ എന്ന് പറയുന്നത്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഈ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് 1909 മൂന്നാമതായി വരുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ആണ്. 1919 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലാണ് ഇതിൽ പ്രൊവിൻഷ്യൽ ഗവൺമെന്റുകൾക്ക് കുറച്ചുകൂടെ അധികാരങ്ങൾ നൽകി. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഒരു രീതി എന്ന് പറയുന്നത് ഭരണത്തിന്റെ കൺട്രോൾ എല്ലാം തന്നെ വൈസ്രോയിൽ അധിഷ്ഠിതമായി, അല്ലെങ്കിൽ ഭരണങ്ങളൊക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലായിട്ട് എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. എന്നാൽ 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ ഇതിലെ ചില അധികാരങ്ങളെല്ലാം തന്നെ പ്രൊവിൻഷ്യൽ ഗവൺമെന്റുകൾക്ക് നൽകുകയുണ്ടായി. എന്നാൽ അതേ സമയം തന്നെ അവർ കൃത്യമായ കൺട്രോള് ഈ പ്രൊവിൻഷ്യൽ ഗവൺമെന്റുകളുടെ മുകളിൽ വെക്കുകയും ചെയ്തു. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 2 ലിസ്റ്റുകളായിരുന്നു. അതായത് ഏതെല്ലാം കാര്യങ്ങളിൽ എന്താ പറയാ പ്രൊവിൻഷ്യൽ ഗവൺമെന്റുകൾക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം, സെൻട്രൽ ഗവൺമെന്റുകൾക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം എന്നുള്ള ഒരു ലിസ്റ്റ് ആദ്യമേ ഉണ്ടായിരുന്നു. പിന്നെ പ്രൊവിൻഷ്യൽ ഗവൺമെന്റുകളുടെ അധികാര പരിധിയിൽ നിന്ന് തന്നെ അതിനെ 2ആയിട്ട് തിരിച്ച് ട്രാൻസ്ഫേർഡ് ആൻഡ് റിസർവ്ഡ് എന്ന് പറഞ്ഞ് 2 കാറ്റഗറി ആക്കിയിരുന്നു. ഇതിൽ ട്രാൻസ്ഫേർഡ് ആയ അധികാരങ്ങളിൽ മാത്രമായിരുന്നു പ്രൊവിൻഷ്യൽ അല്ലെങ്കിൽ ഫെഡറൽ എന്താ പറയാ ഇന്നത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഷയിൽ പറയുകയാണെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ പ്രൊവിൻസുകൾക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ എന്താ പറയാ ട്രാൻസ്ഫേർഡ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമായിരുന്നു. എന്നാൽ അതേസമയം റിസർവ്ഡ് എന്ന് പറഞ്ഞ് ഒരു കാറ്റഗറി രൂപപ്പെടുത്തുകയും അതിൽ കൃത്യമായി സെൻട്രൽ ഗവൺമെന്റ് ഇൻഫ്ലുവൻസ് ചെലുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അതായത് ഫോർ ദ നെയിം സേക്ക്, പേരിന് പ്രൊവിൻഷ്യൽ ഗവൺമെന്റുകൾക്ക് അധികാരം കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ പോലും കൃത്യമായ ഒരു കൺട്രോളിങ് പ്രൊവിൻഷ്യൽ ഗവൺമെന്റുകളുടെ മേലിൽ സെൻട്രൽ ഗവൺമെന്റ് ചൊലുത്തിയിരുന്നു ആ സമയത്ത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. മൂന്നാമതായിട്ട് വരുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ അവസാനത്തെ ഒരു നിയമം, അവസാനത്തെ ഒരു ലെജിസ്ലേഷൻ ആണിത്. അവസാനത്തെ ഇതാണ്. അതുപോലെ തന്നെ അവർ നടപ്പിലാക്കിയതിലെ ഏറ്റവും വലിയ ഒരു ലെജിസ്ലേഷൻ കൂടിയാണ്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യം ഇഗ്നോയുടെ നോട്ടിലില്ല, എന്നാലും ഇത് ഒരു ഫാക്റ്റ് ആണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയതിൽ ഏറ്റവും വലിയ ഒരു ലെജിസ്ലേഷൻ റിഫോം ആയിരുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. പിന്നീട് നമ്മുടെ ഭരണഘടന രൂപപ്പെടുത്തിയ സമയത്ത് ഈ ആക്ടിന്റെ നല്ലൊരു ശതമാനം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് റിഫോം, അതായത് ആ ഭാഷ പോലും ചേഞ്ച് ചെയ്യാതെ അതുപോലെ എടുത്തിട്ടുണ്ട്. സോ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരം വലിയ ചേഞ്ചുകൾ അല്ലെങ്കിൽ വലിയ മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥിതിയിൽ അല്ലെങ്കിൽ ലെജിസ്ലേഷനിൽ വരുത്തിയിട്ടുണ്ട്. സോ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രൊവിൻഷ്യൽ ഓട്ടോണമി ആയിരുന്നു. പ്രൊവിൻസുകൾക്ക് അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് കുറച്ചുകൂടെ അധികാരം കൊടുത്ത ഒരു നിയമമായിരുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അധികാരങ്ങളെല്ലാം സെൻട്രൽ ഗവൺമെന്റിൽ കേന്ദ്രീകരിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രൊവിൻസുകൾക്ക് വളരെ അധികാരം കൊടുത്തിരുന്ന ഒന്നായിരുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അതുപോലെ തന്നെ 3 ലിസ്റ്റ് ഓഫ് ഡിവിഷൻസ്
ഡിവിഷൻസ് ഓഫ് പവർ. അതായത് ഇന്ന് നമ്മുടെ രാജ്യത്തുള്ള പോലെ തന്നെ അധികാരങ്ങളെ യൂണിയൻ ലിസ്റ്റ് അല്ലെങ്കിൽ ഫെഡറൽ ലിസ്റ്റ് എന്നായിരുന്നു ആ സമയത്ത് അതിന്റെ പേര്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഇതിൽ ഫെഡറൽ ലിസ്റ്റിൽ സെൻട്രൽ ഗവൺമെന്റ് കാര്യങ്ങൾ തീരുമാനിക്കും, പ്രൊവിൻഷ്യൽ ലിസ്റ്റിൽ പ്രൊവിൻസിലുള്ള ഗവൺമെന്റുകൾ കാര്യങ്ങൾ തീരുമാനിക്കും, കൺകറന്റ് ലിസ്റ്റിൽ രണ്ട് പ്രൊവിൻഷ്യൽ ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും കാര്യങ്ങൾ തീരുമാനിക്കും എന്നുള്ള ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ ഫെഡറൽ കോർട്ടുകൾ സ്ഥാപിച്ചു. അതായത് നമ്മുടെ ഇന്ന് കാണുന്ന സുപ്രീം കോടതിയുടെ ഒരു മുൻഗാമിയായിരുന്നു ഈ ഫെഡറൽ കോർട്ട് എന്ന് പറയുന്നത്. അത് സ്ഥാപിക്കപ്പെട്ടതും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരമാണ്. സോ നമ്മുടെ ഇന്ത്യയുടെ ലെജിസ്ലേഷനിൽ എടുത്തു നോക്കുകയാണെങ്കിൽ, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ രൂപപ്പെടുന്ന അതിന്റെ പ്രോസസ്സിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 വളരെ വലിയ പ്രസക്തിയുണ്ട്. സോ ഈ എഫേർട്ടുകളെല്ലാം തന്നെ ബ്രിട്ടീഷുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള എഫേർട്ടുകളായിരുന്നു. അവരുടെ ഭരണത്തിന്റെ അല്ലെങ്കിൽ അവർ ഇന്ത്യയിൽ ഭരണം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടതായിരുന്നു. എന്നാൽ അതുപോലെ തന്നെ ഇന്ത്യക്കാരുടെ ഭാഗത്തു നിന്നും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്പ് ആകുന്നതിലേക്ക് ഒരുപാട് എഫേർട്ട് നടന്നിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നെഹ്റു റിപ്പോർട്ട് 1928. അതായത് ഈ നെഹ്റു റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ നമ്മുടെ ഇഗ്നോ നോട്ടിൽ ഇല്ല, എന്നാലും നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ഞാൻ പറയുകയാണ്. ഇത് എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് വെച്ചാൽ 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഒരു ക്ലോസ് അല്ലെങ്കിൽ അതൊരു കാര്യമായിരുന്നു. ഈ നിയമം ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 നിലവിൽ വന്ന് 10 വർഷം കഴിഞ്ഞ് ഈ നിയമം എങ്ങനെയെല്ലാം രാജ്യത്ത് സ്ഥാപിക്കപ്പെട്ടു, എന്തെല്ലാം അത് എങ്ങനെയാണ് ജനങ്ങളെ ബാധിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ നിയോഗിച്ച് അതിലെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നുള്ള ഒരു റെക്കമെൻഡേഷൻ ആ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാർ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ അവർ 1929, അതായത് നിയമത്തിൽ പറഞ്ഞതുപോലെ 10 വർഷം കാത്തിരിക്കുന്നതിന് പകരം അവിടുത്തെ ആ സമയത്ത് കൺസർവേറ്റീവ് ഗവൺമെന്റ് ആയിരുന്നു. എന്നാൽ ആ സമയത്ത് അവർക്ക് ആ കൺസർവേറ്റീവ് ഗവൺമെന്റിന് അറിയാമായിരുന്നു 1929 ആകുമ്പോഴേക്കും സിസ്റ്റം മാറും, അപ്പോൾ ലേബർ ഗവൺമെന്റ് വരും. അത് ലേബർ ഗവൺമെന്റ് ഇംഗ്ലണ്ടിൽ ലേബർ ഗവൺമെന്റ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനെയൊക്കെ കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വിഭാഗമായിരുന്നു. സോ അതുകൊണ്ട് കൺസർവേറ്റീവ് ഗവൺമെന്റ് ഈ കമ്മീഷൻ 10 വർഷം ആകുന്നതിന് മുന്നേ തന്നെ ഒരു കമ്മീഷനെ നിയോഗിച്ചു. അതായത് 1927 തന്നെ ഒരു കമ്മീഷനെ നിയോഗിച്ചു. ആ കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്. അതായത് 1919 നിയമത്തിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സൈമൺ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തത്. ശരിക്കും അത് വരേണ്ടത് 1929 പക്ഷെ ഇത് 1927 തന്നെ അവർ പ്രീപോണ്ട് ചെയ്ത് അപ്പോയിന്റ് ചെയ്തു. എന്നാൽ ഈ കമ്മീഷന്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കമ്മീഷനിൽ ഒരൊറ്റ ഇന്ത്യക്കാരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള പ്രൊട്ടസ്റ്റ് സൈമൺ കമ്മീഷനെതിരെ സ്റ്റാർട്ട് ചെയ്തു. സൈമൺ ഗോ ബാക്ക് എന്ന് വിളിച്ച് സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വിസിറ്റ് ചെയ്ത എല്ലാ സ്ഥലങ്ങളിലും ഇന്ത്യക്കാർ സൈമൺ ഗോ ബാക്ക് എന്ന് വിളിച്ച് അവർക്കെതിരെ സമരം ചെയ്തു. എന്നാൽ ആ സമയത്ത് ബ്രിട്ടീഷുകാർ ഈ സൈമൺ ഗോ ബാക്ക് എന്ന് വിളിച്ച് ഇന്ത്യക്കാരെ ചാലഞ്ച് ചെയ്തുകൊണ്ട് ചോദിച്ചതാണ്, ഓക്കെ, സൈമൺ കമ്മീഷനെ നിങ്ങൾ റിജക്ട് ചെയ്യുന്നു, സൈമൺ കമ്മീഷനെ ഗോ ബാക്ക് എന്ന് വിളിക്കുന്നു, എന്നാൽ നിങ്ങൾക്ക് എന്താണ് തരാനുള്ളത്, നിങ്ങൾക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ രൂപപ്പെടുത്താൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ച സമയത്ത് മോത്തിലാൽ നെഹ്റുവിനെ പോലുള്ള ആളുകൾ മുന്നോട്ട് വരികയും അവർ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് സ്റ്റാർട്ട് ചെയ്യുകയും ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ച് അതിന്റെ നേതൃത്വത്തിൽ അതിന്റെ തീരുമാനപ്രകാരം മോത്തിലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഒരു നിയമം അല്ലെങ്കിൽ ഒരു ലെജിസ്ലേഷൻ രൂപപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. ആ ശ്രമിച്ചതിന്റെ ഭാഗമായി പുറത്തു വന്നതാണ് നെഹ്റു റിപ്പോർട്ട് എന്ന് പറയുന്നത്. സോ ഇറ്റ് വാസ് one of the first effort from Indian side for the constitution or legislation. സോ അതുകൊണ്ട് തന്നെ ഈ നെഹ്റു റിപ്പോർട്ടിന് വളരെ വലിയ പ്രാധാന്യം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപപ്പെടുന്നതിലുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ സ്വാതന്ത്ര്യാനന്തരം കോൺസ്റ്റിറ്റ്യൂഷൻ രൂപപ്പെടുത്തിയ സമയത്ത് നെഹ്റു റിപ്പോർട്ടിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പോയിന്റ്സ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി നെഹ്റു റിപ്പോർട്ട് എല്ലാ പാർട്ടികൾക്കും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ പാർട്ടികൾക്കും ഒരു കൺസെൻസസിൽ അല്ലെങ്കിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു തലത്തിലേക്ക് പോകാതിരിക്കുകയും ഇവൻച്വലി ആ സമയത്ത് ബ്രിട്ടീഷുകാർ അത് അംഗീകരിക്കാതിരിക്കുകയും ചെയ്തു. എന്നാലും നെഹ്റു റിപ്പോർട്ടിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ അത്
വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. നെഹ്റു റിപ്പോർട്ട് ഡിമാൻഡഡ് യൂണിവേഴ്സൽ സഫറേജ് ഫോർ അഡൾട്ട്സ് ആൻഡ് റെസ്പോൺസിബിൾ ഗവൺമെന്റ് ബോത്ത് ഇൻ ദ സെൻട്രൽ ആൻഡ് പ്രൊവിൻസസ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആഹ് ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഇത്രയും ദരിദ്രമായിരുന്ന അന്നത്തെ രാജ്യത്തിൽ പോലും ഇന്ത്യയിലെ എല്ലാവർക്കും വോട്ടിനുള്ള അവകാശം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ക്ലോസ് ഉണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെ വനിതകൾക്ക് വോട്ട് കിട്ടിയത് വളരെ ലേറ്റ് ആയിട്ടാണ്. അവർ ഡെമോക്രസിയെ അത്രയേറെ ഡെമോക്രസിയുടെ ഈറ്റില്ലം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ രാജ്യത്ത് സ്ത്രീകൾക്ക് വോട്ട് കിട്ടാൻ വേണ്ടി ഒരുപാട് മൂവ്മെന്റ്സുകൾ നടന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നെഹ്റു റിപ്പോർട്ടിൽ ആദ്യം തന്നെ ഇന്ത്യയിലെ എല്ലാവർക്കും വോട്ട് എന്നുള്ള കൃത്യമായി പറഞ്ഞു വെക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ രൂപപ്പെടുത്തുന്ന സമയത്ത് നമുക്ക് അതിലൊരു ഡൗട്ടിന്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ കാര്യം, സെൻട്രലുകൾക്കും സ്റ്റേറ്റുകൾക്കും ഒരു റെസ്പോൺസിബിൾ ഗവൺമെന്റ്, അതായത് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട, ജനങ്ങളോട് ബാധ്യതയുള്ള, റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ഗവൺമെന്റ് വേണം. അതുപോലെ തന്നെ ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിനെയാണ് നെഹ്റു റിപ്പോർട്ട് മുന്നോട്ട് വെച്ചത്. എന്നാൽ അദ്ദേഹം ഒരു കംപ്ലീറ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ അല്ല ആ സമയത്ത് പറഞ്ഞിരുന്നത്. ഡൊമീനിയൻ സ്റ്റാറ്റസ്, ബ്രിട്ടീഷുകാരുടെ അംഗീകാരത്തോടു കൂടി തന്നെയുള്ള ഒരു ഡൊമീനിയൻ സ്റ്റാറ്റസ് ഇന്ത്യക്ക് നൽകണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. നെഹ്റു റിപ്പോർട്ട് പ്രിപ്പയർഡ് എ ലിസ്റ്റ് ഓഫ് സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ സബ്ജക്ട് ആൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അതായത് നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ, സ്റ്റേറ്റ് ഗവൺമെന്റ് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ എന്ന രീതിയിൽ 2 ലിസ്റ്റുകളാക്കുകയും അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലികമായ അവകാശങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതും നെഹ്റു റിപ്പോർട്ടിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. സോ ഇതാണ് പ്രധാനമായിട്ടും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്നതിലേക്ക് ഉള്ള ഒരു പ്രോസസ് എന്ന് പറയുന്നത്. ആ പ്രോസസ്സിന്റെ ഇനിയുള്ള കണ്ടിന്യൂഷൻ എന്ന് പറയുന്നത് 1935 ശേഷം പിന്നീട് മൂവ്മെന്റ്സുകളൊക്കെ നടക്കുകയും, രണ്ടാം ലോക മഹായുദ്ധം നടന്നിരുന്ന സമയത്ത് തീർച്ചയായിട്ടും രണ്ടാം ലോക മഹായുദ്ധത്തില് ബ്രിട്ടന് ഇന്ത്യയുടെ സപ്പോർട്ട് വേണമായിരുന്നു. കാരണം ജപ്പാൻ, ഇതിനൊക്കെ കൃത്യമായ നമുക്ക് ചരിത്രത്തിൽ കൃത്യമായ അവബോധം ഉണ്ടെങ്കിലാണ് ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളെയും നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. സോ നമ്മുടെ 1940 ഒക്കെ കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകണം, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ സമരമൊക്കെ അതിന്റെ ഏറ്റവും മൂർധന്യായ അവസ്ഥയിൽ എത്തിയിരുന്നു. സോ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഇന്ത്യയുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ബ്രിട്ടന് ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചാല്, ആ സമയത്ത് ബ്രിട്ടനിലും പുതിയ ഗവൺമെന്റ് വരികയും പുതിയ സാഹചര്യങ്ങൾ രൂപപ്പെട്ട സാഹചര്യത്തിൽ 1942 ബ്രിട്ടീഷ് ഗവൺമെന്റ് അന്നത്തെ ഒരു ക്യാബിനറ്റ് പൊസിഷൻ ഉണ്ടായിരുന്ന സർ സ്റ്റാഫോർഡ് ക്രിപ്സിനെ ഒരു മിഷനായിട്ട് ഇന്ത്യയിലേക്ക് അയക്കുകയാണ് ചെയ്തത്. കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ രാജ്യത്തിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അല്ലെങ്കിൽ ഭരണഘടന ഉണ്ടാക്കുന്നതിനുള്ള ഒരു സമിതി രൂപപ്പെടുത്തുക എന്ന ഒരു റെക്കമെൻഡേഷൻ, അതിനുവേണ്ട കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി സർ സ്റ്റാഫോർഡ് ക്രിപ്സിനെ ഇന്ത്യയിലേക്ക് അയക്കുകയും അദ്ദേഹം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കുറച്ച് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തു. പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്, ഓൾ പ്രൊവിൻസസ് റൂൾഡ് ബൈ ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെന്റ് ആൻഡ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, അതായത് പ്രിൻസസുകളുടെയും ഇപ്പം നമ്മുടെ ബംഗാൾ, ബോംബെ, മദ്രാസ് പ്രൊവിൻസുകൾ, അതുപോലെ തന്നെ ഒരുപാട് ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം ചേർന്ന ഒരു യൂണിയൻ രൂപപ്പെടുത്തണം. ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ തീരുമാനിക്കുന്ന പ്രകാരം ഒരു യൂണിയനെ രൂപപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ റെക്കമെൻഡേഷൻ. രണ്ടാമതായിട്ട് ഈ യൂണിയന് വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതും അദ്ദേഹത്തിന്റെ ഡിമാൻഡിൽ ഉള്ള ഒന്നായിരുന്നു. The Constitution of India should be framed by an elected Constituent Assembly. അതായത് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ നേച്ചർ എന്ന് പറയുന്നത് അവർ എലക്ട് ചെയ്യപ്പെട്ട, ഇന്ത്യക്കാരാൽ എലക്ട് ചെയ്യപ്പെട്ട ആളുകളായിരിക്കണം എന്നുള്ള ഒരു റെക്കമെൻഡേഷനും ഉണ്ടായിരുന്നു. തുടർന്ന് എന്നാൽ ഈ റെക്കമെൻഡേഷനിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും പരസ്പരം യോജിക്കാൻ പറ്റിയില്ല. അതായത് ആ സമയത്തും മുസ്ലിം ലീഗ് 2 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണമെന്നുള്ള തരത്തിൽ അവരുടെ ഡിമാൻഡ് വെക്കുകയും തുടർന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും
നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളാൻ ക്രിപ്സിന് കഴിയാതിരിക്കുകയും ഈ രണ്ട് പാർട്ടികൾ ഇത് ഇന്ത്യയിൽ ആ സമയത്ത് പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികളായ ഇവരെ ഇത് സാറ്റിസ്ഫൈ ചെയ്യാത്തത് കൊണ്ട് തന്നെ സ്റ്റാഫോർഡ് ക്രിപ്സിന്റെ ഈ ക്രിപ്സ് മിഷൻ ബേസിക്കലി ഒരു പരാജയമായി തീരുകയാണ് ചെയ്തത്. എന്നാലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപപ്പെടുന്നതിലുള്ള ആ സ്റ്റേജിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജ് തന്നെയാണ് സ്റ്റാഫോർഡ് ക്രിപ്സിന്റെ ക്രിപ്സ് മിഷൻ എന്ന് പറയുന്നത്. തുടർന്ന് വരുന്നത് ക്യാബിനറ്റ് മിഷനാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് അടുത്തതായിട്ട് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം സാഹചര്യങ്ങൾ വീണ്ടും മാറുകയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങള് സമരങ്ങളൊക്കെ മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്ത സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റ് 3 ക്യാബിനറ്റ് മെമ്പേഴ്സിനെ ഒരു ക്യാബിനറ്റ് മിഷൻ എന്നുള്ള രീതിയിൽ ഇന്ത്യയിലേക്ക് അയക്കുകയായിരുന്നു. ഈ 3 പേര് വളരെ പ്രധാനപ്പെട്ടവരാണ്. ലോർഡ് പാത്രിക് ലോറൻസ്, സർ സ്റ്റാഫോർഡ് ക്രിപ്സ് ആൻഡ് A.B. അലക്സാണ്ടർ. ഈ 3 പേരുടെ നേതൃത്വത്തിൽ അവരെ ഇന്ത്യയിലേക്ക് പുതിയ കാര്യങ്ങൾ ഇന്ത്യയിലേക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോട് അതിലേക്കുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് ഒരു മിഷനുമായിട്ട് അയക്കുകയാണ്. അവരുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് പറയുന്നത് ദർ ഷുഡ് ബി എ യൂണിയൻ ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ബ്രിട്ടീഷ് ഇന്ത്യ ആൻഡ് സ്റ്റേറ്റ്സ് വിച്ച് വുഡ് ഹാവ് എ ജൂറിസ്ഡിക്ഷൻ ഓവർ ദ ഫോറിൻ അഫയേഴ്സ് ആൻഡ് ഡിഫൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അത് വളരെ സ്വതന്ത്രമായ ഒരു യൂണിയൻ ഓഫ് ഇന്ത്യ, അതായത് ഒരു ഡൊമീനിയൻ സ്റ്റാറ്റസിലേക്ക് അപ്പുറം സ്വതന്ത്രമായ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു യൂണിയൻ ഓഫ് ഇന്ത്യയെ രൂപപ്പെടുത്തണം എന്നുള്ളതായിരുന്നു അവരുടെ ഒന്നാമത്തെ റെക്കമെൻഡേഷൻ. രണ്ടാമത് ഓൾ റെസിഡറി പവേഴ്സ് വുഡ് ബിലോങ് ടു ദ പ്രോവിൻസസ് ആൻഡ് ദ സ്റ്റേറ്റ്സ്. അത് ഈ റെസിഡറി പവർ എന്ന് പറയുന്നത് നമ്മൾ ഭരണഘടനാപരമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ യൂണിയൻ ലിസ്റ്റ്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഇങ്ങനെ 3 ലിസ്റ്റുകളാക്കി ഓരോ അധികാരങ്ങളെയും തിരിക്കും. ഇതിൽ 3ലും വരാത്ത പുതിയതായിട്ട് രൂപപ്പെടുന്ന കാര്യങ്ങളെ അവശിഷ്ടാധികാരങ്ങൾ എന്ന് പറയും. അതാണ് റെസിഡറി പവേഴ്സ് എന്ന് പറയുന്നത്. ഈ റെസിഡറി പവേഴ്സ് പലപ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഭരണത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. സ്റ്റേറ്റുകൾക്കായിരിക്കും, സെൻട്രലുകൾക്കായിരിക്കില്ല എന്നുള്ളതായിരുന്നു ആ സമയത്തെ ക്യാബിനറ്റ് മിഷന്റെ റെക്കമെൻഡേഷൻ. നിലവിലെ ഇന്ത്യയിലെ രാജ്യത്തെ നിയമപ്രകാരം റെസിഡറി പവേഴ്സ് സെൻട്രലിനാണ്, സ്റ്റേറ്റുകൾക്കല്ല. മൂന്നാമതായിട്ട് ഉള്ള ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് യൂണിയൻ വുഡ് ഹാവ് എ executive and legislative consisting of the representative from the provinces and the state, but for the decision relating to the major communal issues in the legislative, majority of the representatives of the 2 major communities would be present and voting along with the majority of all members present and voting would be required. ഇതൊരു ടെക്നിക്കാലിറ്റി ആണ്, ഇതിനൊരു ഗ്രൂപ്പ് ക്ലോസ് എന്ന് പറയും. അതായത് ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റിൽ എല്ലാ സ്റ്റേറ്റുകൾ, എല്ലാ പ്രൊവിൻസുകളിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടുത്തി ഒരു ലെജിസ്ലേറ്റീവും ഒരു നിയമനിർമ്മാണ സഭയും എക്സിക്യൂട്ടീവ്സും ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നിയമനിർമ്മാണത്തിൽ കമ്മ്യൂണൽ ഇഷ്യൂസ് ആയിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളിൽ ഒരു മെജോറിറ്റി ഓഫ് റെപ്രസെന്റേറ്റീവ് ഓഫ് 2 മേജർ കമ്മ്യൂണിറ്റീസ് would be present and voting along with the majority. അതായത് അന്ന് ആ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത് 1940 എന്നൊക്കെ പറയുമ്പോൾ വളരെയധികം കമ്മ്യൂണൽ ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പാകിസ്ഥാൻ ഡിമാൻഡ് മുസ്ലിം ലീഗ് ശക്തമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. സോ അതിന്റെ ഒരു ബേസിൽ ഒരു അവരുടെ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഒരു നിയമനിർമ്മാണം നടക്കുമ്പോൾ അവിടെ ഒരു കമ്മ്യൂണൽ ഇഷ്യൂസുമായിട്ടുള്ള കാര്യങ്ങളിൽ 1/2 മെജോറിറ്റിയോട് കൂടിയിട്ട് പ്രധാനപ്പെട്ട 2 കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള വോട്ടിംഗ് വേണം എന്നുള്ളതായിരുന്നു അവരുടെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. അതൊരു പരിധി വരെ അത് മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗ് വളരെയധികം ശക്തമായി മുന്നോട്ട് വെച്ചിരുന്ന ഒരു ഡിമാൻഡ് കൂടെയായിരുന്നു. എന്നാൽ ഇവിടെ അതുപോലെ തന്നെ ക്യാബിനറ്റ് മിഷന്റെ ഏറ്റവും വലിയ മറ്റൊരു റെക്കമെൻഡേഷൻ അതായത് തീർച്ചയായിട്ടും ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഈ റെക്കമെൻഡേഷൻസും ലീഗിനെയോ മുസ്ലിം ലീഗിനെയോ കോൺഗ്രസിനെയോ പൂർണ്ണമായി സാറ്റിസ്ഫൈ ചെയ്തില്ല. സോ ഇത് ഫെയിലിയർ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്
ഈ ക്യാബിനറ്റ് മിഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്. സോ ഈ ക്യാബിനറ്റ് മിഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിക്കാൻ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അതിലേക്കുള്ള എലക്ഷൻസ് നടന്നു. ആ സമയത്ത് അത് നമ്മുടെ ഒരു ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂവേഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ എലക്ഷൻ ടു ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, അതാണ് നമ്മുടെ ഒരു നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ട് വരുന്നത്. ഇത് വരുന്നത് ക്യാബിനറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാബിനറ്റ് മിഷന്റെ ഒരു റെക്കമെൻഡേഷൻ പ്രകാരം 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം പ്രൊവിൻഷ്യൽ, ഞാൻ നേരത്തെ മുന്നേ പറഞ്ഞു, പ്രൊവിൻഷ്യൽ ഓട്ടോണമി കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ പ്രൊവിൻഷ്യൽ ഗവൺമെന്റുകളും രൂപപ്പെട്ടു. സോ ഈ പ്രൊവിൻഷ്യൽ ഗവൺമെന്റിലുള്ള ആളുകളുടെ വോട്ട് പ്രകാരം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് ആളുകളെ സെലക്ട് ചെയ്തു. അതായത് ഇപ്പൊ നമ്മുടെ രാജ്യസഭയിലേക്കൊക്കെ സെലക്ട് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ രാജ്യസഭയിലേക്കുള്ള നമ്മുടെ എംപിമാരെ നമ്മളല്ലല്ലോ നേരിട്ട് വോട്ട് ചെയ്യുന്നത്, ഇത് നമ്മുടെ MLA മാരാണ്. അതുപോലെ ആ സമയത്ത് പ്രൊവിൻഷ്യൽ ഗവൺമെന്റിൽ ഉണ്ടായിരുന്ന മെമ്പേഴ്സിന്റെ വോട്ട് അടിസ്ഥാനത്തിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്കുള്ള മെമ്പേഴ്സിനെ തെരഞ്ഞെടുക്കപ്പെട്ടു. The members of the Constituent Assembly were elected by the Provincial Legislative Assembly. ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലി 1935 നിയമപ്രകാരം വരികയും 1937 വരെ തുടരുകയും ചെയ്തു. 1937 കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള എല്ലാ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലികളും രാജിവെച്ചു. കാരണം 37 അല്ല, 39 രാജിവെച്ചു. അതിനുള്ള പ്രധാന കാരണം എന്താ പറയാ, ബ്രിട്ടീഷുകാർ അതിലൊരു ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട കാരണം, ഇന്ത്യക്കാരെ അറിയിക്കാതെ ബ്രിട്ടീഷുകാർ രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് എടുത്തു ചാടി എന്നുള്ളതും, അവർക്ക് വേണ്ട രീതിയിലുള്ള അധികാരങ്ങളോ അവകാശങ്ങളോ ഒന്നും നൽകാത്തൊരവസ്ഥയിൽ നിന്നാണ് രാജിവെക്കുക എന്നുള്ളത്. എന്തായാലും അന്നത്തെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപപ്പെടുത്തുന്നതിൽ അന്നത്തെ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലികൾക്ക് വലിയ റോളുണ്ട്. സോ the group clauses of the cabinet mission create contestations. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ പറഞ്ഞ ഒരു ടെക്നിക്കാലിറ്റീസ് ഉണ്ടായിരുന്നു. അതായത് കമ്മ്യൂണൽ ഇഷ്യൂസ് വരുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ വോട്ടെടുപ്പ് നടത്തണം എന്നുള്ളത്, അത് തീർച്ചയായിട്ടും ലീഗും കോൺഗ്രസും തമ്മിലുള്ള ഒരു കോണ്ടസ്റ്റേഷൻ, ഒരു ഡിവിഷൻസിന് കാരണമായി. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് തന്നെ പാകിസ്ഥാൻ ഡിമാൻഡും 2 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലികൾ വേണമെന്ന് മുസ്ലിം ലീഗ് വാശി പിടിക്കുകയും അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തു. തുടർന്ന് ബ്രിട്ടീഷുകാർ ഡിസംബർ 6, 1946 the British government published a statement which for the first time acknowledged the possibility of 2 constituent assembly and 2 states. നമ്മുടെ രാജ്യം ഡിവിഷൻ ചെയ്യാൻ പോവുകയാണ് എന്നുള്ള തരത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഡിവിഷനിലേക്ക് പോകുന്നതിന്റെ ഏറ്റവും ഫസ്റ്റ് സിമ്പിൾ, അല്ലെങ്കിൽ ഫസ്റ്റ് ബ്രിട്ടീഷുകാരുടെ ഭാഗത്തു നിന്നുള്ള ഫസ്റ്റ് അക്നോളജ്മെന്റ് ആയിരുന്നു 1946 ഡിസംബർ 6 ഒരു പ്രത്യേക നോട്ടിഫിക്കേഷൻ വരികയും അതിൽ 2 രാജ്യവും 2 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലികളും ആക്കാമെന്നുള്ള തരത്തിൽ ഉള്ള ഒരു അറിയിപ്പ് വരുന്ന ഒരു അവസ്ഥയുണ്ടായത്. തീർച്ചയായിട്ടും ആ സമയത്തുള്ള മുസ്ലിം ലീഗ് കോൺഗ്രസ് കോൺഫ്ലിക്റ്റുകളാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് നയിച്ചത്. So as a result, when the Constituent Assembly met on December 9, 1946, it was boycotted by the Muslim League. So നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള എലക്ഷൻ നടന്നു. അതിലേക്കുള്ള മെമ്പേഴ്സ് ഇന്ത്യയുടെ മുസ്ലിം ലീഗിന്റെ മെമ്പേഴ്സും കോൺഗ്രസിന്റെ മെമ്പേഴ്സും ഒക്കെ മറ്റുള്ള പാർട്ടീസിൽ നിന്നുള്ള മെമ്പേഴ്സിനെ ഒക്കെ സെലക്ട് ചെയ്തു. ഇതിന്റെ ഫസ്റ്റ് മീറ്റിംഗ് നടന്നത് ഡിസംബർ 9, 1946 ഡിസംബർ 9 എന്നാൽ ഈ മീറ്റിംഗിൽ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ മെമ്പേഴ്സും ബോയ്ക്കോട്ട് ചെയ്യുക, അതിൽ പങ്കെടുക്കാതിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് നേച്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആൻഡ് റെപ്രസെന്റേഷൻ. നമ്മൾ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിക്കപ്പെട്ടു. ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഒരു നേച്ചർ എന്തായിരുന്നു എന്നുള്ളത് വളരെ ഡിബേറ്റബിൾ ആണ്. പലപ്പോഴും പല ക്രിറ്റിസിസംസും വരാറുണ്ട്. എന്നാലും അതില് ആ നേച്ചറിനെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൽ വരുന്ന ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നമ്മുടെ രാജ്യത്തിനെ റെപ്രസെന്റ് ചെയ്തിരുന്നോ? ഞാൻ പറഞ്ഞു, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുത്തത് ജനങ്ങൾ നേരിട്ട് ഇന്നൊക്കെ ലോക്സഭാ ഇലക്ഷൻ നടക്കുന്ന പോലെയുള്ള ഒരു ഇലക്ഷനിലൂടെ അല്ല.
നമ്മുടെ പ്രൊവിൻഷ്യൽ അസംബ്ലിയിൽ ഉണ്ടായിരുന്ന മെമ്പേഴ്സ് ആണ് അവരെ എലക്ട് ചെയ്തത്. ഈ പ്രൊവിൻഷ്യൽ അസംബ്ലിയിലേക്കുള്ള മെമ്പേഴ്സിനെ തന്നെ സെലക്ട് ചെയ്തത് സ്വത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും അടിസ്ഥാനത്തിൽ മാത്രം വോട്ടിന് അവകാശം ഉണ്ടായിരുന്ന ജനങ്ങളാണ്. എല്ലാ ആളുകൾക്കും അന്ന് വോട്ടിന് പോലും അവകാശം ഉണ്ടായിരുന്നില്ല. സോ അത് അതുകൊണ്ട് തന്നെ ഈ മെമ്പേഴ്സ് ഇവരെ നമ്മുടെ രാജ്യത്തിനെ റെപ്രസെന്റ് ചെയ്തിരുന്നു എന്ന് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്നാൽ തീർച്ചയായിട്ടും നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ മെമ്പേഴ്സിനെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് അതിൽ എല്ലാത്തരം റെപ്രസെന്റേഷനും ഉണ്ടായിരുന്നു. മുസ്ലിംസ് ഉണ്ടായിരുന്നു, സിഖ്സ് ഉണ്ടായിരുന്നു, ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു, ഹിന്ദുസിന്റെ തന്നെ ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ് ഉണ്ടായിരുന്നു, ആംഗ്ലോ ഇന്ത്യൻസ് ഉണ്ടായിരുന്നു, പാർസീസ് ഉണ്ടായിരുന്നു. സോ എല്ലാ തരം ആളുകൾക്കും ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ റെപ്രസെന്റേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത്ര ഇത്ര ഒരു ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വളരെ വർഷം കോളനൈസ് ചെയ്യപ്പെട്ട് എല്ലും തോലുമായ ഒരു രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഇത്തരത്തിലുള്ള റെപ്രസെന്റേഷൻ ഉണ്ടാകുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിന്റെ ഒരു ഡെമോക്രാറ്റിക് രീതിയെ തന്നെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ മെജോറിറ്റി ആയിട്ടുള്ള മെമ്പേഴ്സ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് തന്നെയായിരുന്നു. തീർച്ചയായിട്ടും അത് തന്നെയായിരുന്നു. എന്നാൽ അതുപോലെ തന്നെ മറ്റുള്ള പാർട്ടികളിൽ നിന്നും ഹിന്ദു മഹാസഭയിൽ നിന്നും മറ്റ് ഉള്ള ഓർഗനൈസേഷൻസിൽ നിന്നൊക്കെ മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിൽ നിന്നൊക്കെ തീർച്ചയായിട്ടും മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. എന്നാൽ എന്നാൽ ഒരു സൈഡിൽ നോക്കുമ്പോൾ കോൺഗ്രസ് തന്നെയായിരുന്നു ഡൊമിനന്റ് ചെയ്ത് നിന്നിരുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള, കോൺഗ്രസിന്റെ അകത്ത് തന്നെ ഒരുപാട് തരം ഐഡിയോളജികൾ ഉൾപ്പെടുന്ന ആളുകൾ നിന്നിരുന്ന ഒരു സമയത്ത് കോൺഗ്രസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ തീർച്ചയായിട്ടും വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു മെമ്പർ ഗ്രൂപ്പുകളാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് വളരെ ഫാക്ച്വൽ ആയ ഒരു കാര്യമാണ്. സോ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ള പോയിന്റ് എന്ന് വെച്ചാൽ ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇൻക്ലൂഡഡ് റെപ്രസെന്റേറ്റീവ് ഫ്രം ദ പ്രിൻസ്ലി സ്റ്റേറ്റ് ആസ് വെൽ. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ പ്രസിഡൻസികൾ മാത്രമായിരുന്നില്ല അന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്, വളരെയധികം നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. സോ അന്നുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാർക്ക് അവരുടെ രാജ്യത്തിന്റെ വലിപ്പത്തിനും ജനങ്ങളുടെ എണ്ണത്തിനും അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് മെമ്പേഴ്സിനെ അയക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു. സോ അതിന്റെ ഭാഗമായിട്ട് വളരെയധികം നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള മെമ്പേഴ്സും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഭാഗമായിരുന്നു. ഡെലിബറേഷൻസ് ആൻഡ് ഡിബേറ്റ്സ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ശക്തമായ ഡിബേറ്റ്സും ഡിസ്കഷൻസിലും ഈച്ച് ആൻഡ് എവറി പോയിന്റിൽ ഡിബേറ്റ്സും ഡിസ്കഷൻസും നടന്നിട്ടുണ്ട്. അതിൽ വളരെ ഐഡിയോളജിക്കലി ഡൈവേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഐഡിയോളജിക്കലിയും മതപരമായിട്ടും ജാതീയപരമായിട്ടും ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകൾ ഒന്നിച്ചിരിക്കുകയും ഓരോ പോയിന്റ്സിലും ശക്തമായ ഓരോ കാര്യത്തിലും ഡിബേറ്റും ഡിസ്കഷൻസും അതിനെ തുടർന്ന് അമെൻമെന്റ്സുകളൊക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ നടക്കുകയും തുടർന്ന് ഇത് ഫൈനലൈസ് ചെയ്ത് നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡ്രാഫ്റ്റ് രൂപപ്പെടുകയാണ് ചെയ്തത്. 1947 അംബേദ്കറിന്റെ നേതൃത്വത്തിൽ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വരികയും ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് തയ്യാറാക്കുകയും അതിനെ തുടർന്ന് അതിന്റെ മുകളിൽ ഒരുപാട് ഡിബേറ്റ്സുകളും ഡിസ്കഷൻസുകളും അമെൻമെന്റുകളും നടക്കുകയും വീണ്ടും രണ്ടാമതൊരു സെക്കൻഡ് റീഡിംഗ് നടക്കുകയും അതിനെ തുടർന്ന് അതിലും ഡിസ്കഷൻസും ഡിബേറ്റ്സും നടക്കുകയും തുടർന്ന് ഒരു തേർഡ് റീഡിങ്ങിന് ശേഷമാണ് 1909 നവംബർ 26 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫൈനലാക്കുകയും 1950 ജനുവരി 26 കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരികയും ചെയ്തു. സോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ജേർണി എന്ന് പറയുന്നത് 1858 ഇനി അതിലും പുറകോട്ട് പോയാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ലെജിസ്ലേഷൻ മുതൽ വളരെ അധികം പഴക്കമുള്ള ഒരു പ്രോസസ്സിലൂടെ കടന്നു വന്നിട്ടാണ് ഏറ്റവും ശക്തമായ ഒരു ഭരണഘടന അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യമായ നമ്മുടെ രാജ്യത്തിന് വളരെ ശക്തമായ ഒരു ഭരണഘടന രൂപപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഈ കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്യുമ്പോൾ, ഈ കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് the role of the Constituent Assembly in the making of the Indian Constitution 1946 to 49. ഞാൻ പറഞ്ഞു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫസ്റ്റ് മീറ്റിംഗ് നടന്നത് 1946 ഡിസംബർ 9 അന്നത്തെ ഫസ്റ്റ് മീറ്റിംഗിൽ
അന്നത്തെ ഏറ്റവും സീനിയർ മെമ്പർ ആയിരുന്ന ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ ഒരു ടെമ്പററി ചെയർപേഴ്സൺ ആക്കി നിയോഗിക്കുന്നു. തുടർന്ന് 3 ദിവസത്തിന് ശേഷം നടന്ന ഒരു ഇലക്ഷന് ശേഷം നടന്ന മീറ്റിംഗിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ, നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പെർമനന്റ് ആയിട്ടുള്ള ഒരു ചെയർപേഴ്സൺ ആയിട്ട് സെലക്ട് ചെയ്യുകയും ചെയ്യുന്നു. ചെയർപേഴ്സൺ ആണ് മീറ്റിങ്ങുകളെ അഡ്രസ് ചെയ്തിരുന്നത്. മീറ്റിങ്ങുകൾ ഇന്ന് പറയുന്ന ഏറ്റവും നമുക്ക് സിമ്പിൾ ആയി മനസ്സിലാക്കാൻ ഒരു സ്പീക്കറുടെ പൊസിഷൻ അന്ന് വഹിച്ചിരുന്നത് ചെയർപേഴ്സൺ ആണ്. സോ it was supposed to be the first meeting it was supposed to be attended by all 296 members, but only 207 members could attend it because of the Muslim League members abstended from it. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ സമയത്ത് മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് കാരണം 1946 നടന്ന ആ മീറ്റിംഗിൽ 296 മെമ്പേഴ്സിന് ഉണ്ടായിരുന്നെങ്കിലും 207 മെമ്പേഴ്സ് മാത്രമാണ് അത് അറ്റൻഡ് ചെയ്തത്. തുടർന്നുള്ള അടുത്ത ദിവസത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസമാണ് ജവഹർലാൽ നെഹ്റു ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ സഭയിൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ പ്രസന്റ് ചെയ്തു. എന്നിട്ട് അത് സഭ പാസ്സാക്കുകയും ചെയ്തു. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ സഭ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എങ്ങനെ മുന്നോട്ട് പോകണം, ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ തയ്യാറാക്കി അത് എല്ലാവരും അംഗീകരിച്ച് അത് പാസ്സാക്കുകയും തുടർന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വർക്ക് ചെയ്യാൻ തന്നെ തുടങ്ങുന്നത്. ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് പിന്നീട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രയാമ്പിൾ ആയിട്ട് മാറിയിട്ടുള്ളത്. വരുന്ന ചാപ്റ്ററിൽ പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ചാപ്റ്റർ തന്നെയുണ്ട്. അതിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇത്രയും വലിയ അധികം ആളുകളുള്ള ഒരു ബോഡി ആയിരുന്നു. സോ ഇതിന്റെ ഒരു സ്മൂത്ത് ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ കമ്മിറ്റികളാക്കി തിരിക്കുകയും ടോട്ടൽ 22 കമ്മിറ്റികൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലികൾക്ക് ഉണ്ടായിരുന്നു. ഈ 22 കമ്മിറ്റികളിൽ ഓരോ കമ്മിറ്റി ആയിരുന്നു ഏറ്റെടുത്തിരുന്നു. ഓരോ കമ്മിറ്റികൾക്ക് ഓരോ ചെയർപേഴ്സൺസ് ഉണ്ടായിരുന്നു. അതിലെ മെമ്പേഴ്സ് അതിന്റെ ഇമ്പോർട്ടൻസിനനുസരിച്ച് അതിലെ മെമ്പേഴ്സിന്റെ നമ്പറുകളിലും വേരിയേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ യൂണിയൻ പവർ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു ആൻഡ് 9 മെമ്പേഴ്സ്, ജവഹർലാൽ നെഹ്റുവിന്റെ കൂടാതെ 9 മെമ്പേഴ്സ് ഉണ്ടായിരുന്ന ഒരു കമ്മിറ്റിയാണ്. പിന്നെ കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റീസ് സർദാർ വല്ലഭായ് പട്ടേലും 54 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ KM മുൻഷിയുടെ നേതൃത്വത്തിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ടായിരുന്നു. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ പട്ടേൽ ആസ് എ ചെയർപേഴ്സൺ. പിന്നെ കമ്മിറ്റി ഓൺ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇതിന്റെ ചെയർപേഴ്സൺ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഇതില് അംബേദ്കർ ഉണ്ടായിരുന്നു. 7 മെമ്പേഴ്സ് ഉള്ള ഒരു കമ്മിറ്റി ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. അതിൽ തന്നെ മെമ്പേഴ്സ് ഇവൻച്വലി അതിലൊരു മെമ്പർ ഇതിന്റെ ഈ പ്രോസസ്സിന്റെ ഇടക്ക് മരിക്കുകയും മറ്റൊരു മെമ്പർ ഹെൽത്ത് കാരണം റീപ്ലേസ് ചെയ്യപ്പെടുകയൊക്കെ ഉണ്ടായി. എന്നാൽ അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. എന്നാലും 7 ആളുകൾ ഉണ്ടായിരുന്ന ഒരു കമ്മിറ്റി ആയിരുന്നു. അതിൽ അംബേദ്കർ ആണ് പ്രധാനമായിട്ടും ഈ ഡ്രാഫ്റ്റിംഗിലെ പ്രധാന റോള് വഹിച്ചിട്ടുള്ളത്. 7 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ആസ് എ ചെയർപേഴ്സൺ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന നിലയിൽ. പിന്നെ ഇതിന്റെ ഒരു പ്രോസസ്സ് ഞാൻ നേരത്തെ ഇതിന് ചെറുതായിട്ട് പറഞ്ഞു. ഇതിലെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് വരുന്നത് 1948-ലാണ്. 1947-ലാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നത്. ഇത് ഫസ്റ്റ് ഡ്രാഫ്റ്റ് വരുന്നത് 1948-ലാണ്. ഡിസ്കഷൻസ് ഓൺ ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഡിസ്കഷൻസ് ഓൺ ദ ഡ്രാഫ്റ്റ് കംപ്ലീറ്റഡ് ഓൺ ഒക്ടോബർ. സെക്കൻഡ് റീഡിംഗ് ഇതിന്റെ ഇടയിൽ നടന്നിട്ടുണ്ട്. ഇതിന്റെ ഡിസ്കഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തത് ഒക്ടോബറിലാണ് 1949. ഇത് ഫൈനലൈസ് ചെയ്ത് ഇത് നവംബറിലാണ്. നവംബർ 1949-ലാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഫൈനലൈസ് ചെയ്തത്. നവംബർ 26-നാണ്. ഈ ദിവസത്തിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്നുള്ള രീതിയിൽ നമ്മൾ ആചരിക്കുന്നത്. തുടർന്ന് നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്ന ജനുവരി 26-നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ രാജ്യത്ത് നിലവിൽ വരുന്നത്. ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു പരിണാമം അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. സോ അവസാനമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇത്തരത്തിലൊക്കെ രൂപപ്പെടുത്തിയ ഈ ഭരണഘടനയുടെ സെലിയൻ ഫീച്ചേഴ്സ് എന്തെല്ലാമാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഫീച്ചറുകൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ്. ഒന്നാമത്തായിട്ട് ഐഡിയാസ് ടേക്കൺ ഫ്രം ഡിഫറെന്റ് കോൺസ്റ്റിറ്റ്യൂഷൻസ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്
നമ്മൾ അന്ന് നിലവിൽ ലോകത്തുണ്ടായിരുന്ന എല്ലാ കോൺസ്റ്റിറ്റ്യൂഷൻസിന്റെയും നല്ല ഐഡിയാസ്, നല്ല സത്തകൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പാർലമെന്ററി സിസ്റ്റം എന്നുള്ളത് നമ്മുടെ ബ്രിട്ടീഷ് രീതിയിൽ നിന്ന്, ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് എടുത്തത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു പ്രയാമ്പിൾ വേണം എന്നുള്ളത് നമ്മൾ എടുത്തിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ അമെന്റ്മെന്റിന്റെ രീതി സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. ആശയങ്ങൾ, പലതരം ആശയങ്ങൾ നമ്മൾ പല പല ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ എടുത്ത കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ലെ നല്ല മാതൃകകളൊക്കെ ഉൾക്കൊണ്ട്, എന്നാൽ അതേപോലെ തന്നെ നമ്മൾ അതുപോലെ കോപ്പി അടിക്കുന്നതിന് പകരം അത് നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ സൊസൈറ്റിക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന രീതിയിൽ അതിനെ മൗൾഡ് ചെയ്തിട്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് അത് എടുത്തിട്ടുള്ളത്. സോ അതാണ് ഒന്നാമത്തെ ഫീച്ചർ. ആൻഡ് ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. അറ്റ് ദ ടൈം ഓഫ് ഇറ്റ്സ് ഫോർമേഷൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഹാഡ് 395 ആർട്ടിക്കിൾസ് ആൻഡ് 8 ഷെഡ്യൂൾ. ഇന്ത്യയിൽ ഇപ്പോഴും ലോകത്ത് നിലവിലുള്ള ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ രാജ്യത്തിൻ്റെത്. എല്ലാം ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 395 ആർട്ടിക്കിളുകളും 8 ഷെഡ്യൂളുകളും ഉൾക്കൊള്ളുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു അതിന്റെ സ്റ്റാർട്ടിങ്ങിന്റെ സമയത്ത്. പക്ഷെ ഇന്ന് അത് 8 എന്നുള്ളതിന് പകരം 12 ഷെഡ്യൂളുകളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നീട് അമെന്റ്മെന്റുകൾ ഒരുപാട് വന്നുകയും ഏകദേശം 400-ൽ കൂടുതൽ ആർട്ടിക്കിളുകൾ ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇന്ന് നിലവിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് എൻഷൂർസ് ബോത്ത് ജസ്റ്റിസബിൾ ആൻഡ് നോൺ ജസ്റ്റിസബിൾ റൈറ്റ്സ്. നമ്മുടെ രാജ്യത്തുള്ള എല്ലാ പൗരരല്ലാത്ത ആളുകൾക്കും ഉൾപ്പെടെ മൗലിക അവകാശങ്ങൾ നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മൗലികമല്ലാത്ത എന്നാൽ അവകാശങ്ങളായിട്ടുള്ള, നോൺ ജസ്റ്റിസബിൾ ആയിട്ടുള്ള അവകാശങ്ങളും നമ്മുടെ സിറ്റിസൺസിന് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പ് നൽകുന്നുണ്ട്. നാലാമത്തെ പ്രധാന കാര്യം, ഇറ്റ് പ്രിഫേർഡ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ഓവർ ദ സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ്. എല്ലാവർക്കും എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഒരു ഈക്വൽ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് സിസ്റ്റം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. ഇത് ഒരു ചെറിയ സംഭവമായിട്ട് നമുക്ക് തോന്നിയേക്കാം എല്ലാവർക്കും വോട്ട് ഉണ്ട് എന്നുള്ളത്. പക്ഷെ അന്നത്തെ കാലത്ത് US-ലോ UK-ലോ ഒക്കെ ഒരുപാട് സ്ട്രഗിൾസിലൂടെ മാത്രമാണ് ഒരു ഈക്വൽ വോട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സൽ സിസ്റ്റം, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് വന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ അന്ന് വളരെ ദരിദ്രമായിരുന്ന ആ രാജ്യത്തിന്റെ നേതാക്കൾ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു വോട്ട് നൽകണം, വോട്ടിനുള്ള അവകാശങ്ങൾ നൽകണം എന്നൊരു ഡിസിഷനിലേക്ക് എത്തി. അതുപോലെ 1909 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സെപ്പറേറ്റ് ഇലക്ടറേറ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു. മുസ്ലിംസിന്റെ ആളുകളെ മെമ്പേഴ്സിനെ തെരഞ്ഞെടുക്കും. പിന്നീട് 1935 അത് സിഖുകാർക്കും പാർസികൾക്കും ആംഗ്ലോ ഇന്ത്യൻസിനൊക്കെ ഈ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് കൊണ്ടുവന്നു. ഇത് സമൂഹത്തിൽ ഒരുപാട് ഡിവിഷൻസ് ഉണ്ടാക്കുകയായിരുന്നു. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപപ്പെടുത്തിയ സമയത്ത് നമ്മൾ അത്തരത്തിലുള്ള ഒരു സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഒഴിവാക്കുകയും എല്ലാവരെയും തുല്യരായി കാണുകയും എല്ലാവർക്കും വോട്ടവകാശം നൽകുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ വരികയും ചെയ്തു. സോ ഇതാണ് ഈ ചാപ്റ്ററിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ചാപ്റ്ററിൽ നിന്നും കഴിഞ്ഞ 3-4 വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ട്രേസ് ദ ഇവല്യൂഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഞാനിത് ഇൻ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്. 1885 മുതലാണ് പറയുന്നത്. ഞാൻ 1858 മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു ഇവല്യൂഷന് എങ്ങനെയാണെന്നുള്ളത് എഴുതാനുള്ള ഒരു ഭാഗമുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായിട്ടും പഠിക്കുക. രണ്ടാമത് ഡിസ്കസ് ദ ഫോർമേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഓഫ് ഇന്ത്യ. അപ്പൊ ഈ ഫോർമേഷനിൽ ഇപ്പോ സ്റ്റാഫോർഡ് ക്രിപ്സ് മിഷൻ, ക്യാബിനറ്റ് മിഷൻ, പിന്നീട് ഈ ക്യാബിനറ്റ് മിഷന്റെ ശേഷം ഈ എലക്ഷൻ എങ്ങനെ നടന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതിനൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറ്റുവാണെങ്കിൽ ഇതിന്റെ ഈ എവല്യൂഷൻ പ്രോസസ്സിനെ കുറിച്ച് ഒരു ചെറുതായിട്ടും കൂടെ എഴുതിയാൽ നന്നായിരിക്കും. കാരണം അതൊരു ബാക്ക്ഗ്രൗണ്ടും കൂടെ കിട്ടും. സോ ആൻസർ കുറച്ചുകൂടി നന്നായിരിക്കും അങ്ങനെ എഴുതുകയാണെങ്കിൽ. സോ അതുകൂടെ നന്നായിട്ട് പഠിക്കുക. മൂന്നാമതായിട്ട് ഉള്ളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 കുറിച്ച് ഒരു പാര എഴുതാനാണ്. ഐ മീൻ 200 വേർഡ്സിൽ എഴുതാനാണ്. സോ 200 വേർഡ്സ് എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എഴുതാനുള്ളൂ. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് ഇത് ഏറ്റവും വലിയ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയതിൽ ഏറ്റവും വലിയൊരു ഒരു ലെജിസ്ലേഷൻ ആയിരുന്നു. ഏറ്റവും അവസാനത്തതും ആയിരുന്നു. വളരെയധികം കാര്യങ്ങൾ, ഇപ്പോൾ പ്രൊവിൻഷ്യൽ ഓട്ടോണമി ഉൾപ്പെടെയുള്ള ഫെഡറൽ കോർട്ട് സ്ഥാപിക്കുക ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതുമ്പോൾ തന്നെ 200 വേർഡ്സ് ആവും. സോ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായിട്ടും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക.
സോ ഇത്തരം ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഈ യൂണിറ്റ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആണ് ഇനി വരുന്ന ചാപ്റ്ററുകളൊക്കെ, പ്രയാമ്പിളിനെ കുറിച്ചും ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫിലോസഫി കുറിച്ചും ഒക്കെ. അപ്പോൾ അതും കൂടെയൊക്കെ പഠിക്കുമ്പോൾ കുറച്ചും കൂടെ ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും. സോ താങ്ക് യു.